Poco X3 Pro ഒരു ഗെയിമിംഗ് ബീസ്റ്റ് ആയിരുന്നു, അണ്ടർ 20,000. Poco X4 Pro 5G ഒരു ഗെയിമിംഗ് ബീസ്റ്റ് അല്ല. അതിൻ്റെ ഒരു ദുഃഖം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ Poco X4 Pro കൂടുതൽ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? അതറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ്. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. സിലിക്കോൺ TPU കേസ്, documentation, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ആൻഡ് ഫൈനലി സിം ഇജക്ടർ പിൻ. ബാക്കിലുള്ള ഗ്ലാസ് ആണെങ്കിലും പിന്നെ ആ ഒരു ഫ്ലാറ്റ് എഡ്ജസ് ഉള്ള സ്ക്വയറിഷ് ഡിസൈൻ ആണെങ്കിലും നമ്മൾ ഈ ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. 20,000 റുപ്പീസിന്റെ താഴെയുള്ള 5G സ്മാർട്ട് ഫോൺ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മറ്റൊരു ബ്രാൻഡും ഇതുപോലുള്ള ഒരു പ്രീമിയം ബിൽഡ് ഈ പ്രൈസ് പോയിന്റിൽ തരുന്നില്ല. പോക്കോ അവരുടെ M സീരീസ് ഫോണിൽ കൊണ്ടുവന്ന ആ ഒരു വലിയ ക്യാമറ മോഡൽ ഡിസൈൻ ഫാക്ടർ ഉണ്ടല്ലോ, അതിപ്പം X സീരീസ് ഫോൺസിലും വന്നിട്ടുണ്ട്. ടോപ്പിൽ ഹെഡ്ഫോൺ ജാക്ക്, ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ആൻഡ് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ ആൻഡ് വോളിയം റോക്കർ. ഫോണിന്റെ ബോട്ടം സൈഡിൽ സിം ട്രേ, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മൈക്ക് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഒരു സൂപ്പർ ആമോലെഡ് പാനലിന്റെ എല്ലാ ക്വാളിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വൈബ്രന്റ് ആണ്, കളേഴ്സും പിന്നെ ആ ഒരു സീറോ ബ്ലാക്കും ഡീപ് ബ്ലാക്സ് അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വ്യൂയിങ് ആംഗിൾസും പക്കയാണ്. 1200 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്. സോ ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പോഴും വീട്ടിനുള്ളിലാണെങ്കിലും ബ്രൈറ്റ്നസിൻ്റെയും പിന്നെ സ്ക്രീൻ ക്ലാരിറ്റീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഒരു ഇഷ്യൂവും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുമുണ്ട്. പോക്കോ X3 Proയിൽ ഉണ്ടായിരുന്ന HDR10ൻ്റെ സപ്പോർട്ട് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് ഇവിടെ വരുന്നില്ല. സോ നിങ്ങൾക്ക് HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ കഴിയില്ല. പ്ലേ ചെയ്യാൻ കഴിയും, പക്ഷേ ആ ഒരു HDR എഫക്റ്റ് കിട്ടില്ല. 2K 4K പ്ലേ ബാക്ക്, എസ്പെഷ്യലി യൂട്യൂബിൽ 2K 4K പ്ലേ ബാക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനുള്ള മെയിൻ കാരണമാണ് ഇതിൻ്റെ ചിപ്സെറ്റ്. പക്ഷേ ഈ ഫോൺ വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ OTT പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് ഈസിലി 1080p ഫുൾ HD കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്പെഷ്യലി ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ഒരു 5G ഫോണിലും ഈ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. 6GB അല്ലെങ്കിൽ 8GBന്റെ LPDDR4X റാം വരുന്നുണ്ട്. 64 പിന്നെ 128GB UFS 2.2 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. നോർമലി ഇപ്പം മിക്ക എല്ലാ ഫോൺസിലും വരുന്ന ആ ഒരു എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചർ ഇവിടെയും വരുന്നുണ്ട്. സിം സ്ലോട്ട് ഹൈബ്രിഡ് ആണ്. ഈ അടുത്ത കാലത്ത് മിഡ് റേഞ്ച് 5G ഫോൺസിന്റെ രോമാഞ്ചമായി മാറിയ Qualcomm Snapdragon 695 5G ചിപ്സെറ്റ് ഉണ്ടല്ലോ, എക്സാക്ട്ലി അതേ ചിപ്സെറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു സ്റ്റേബിൾ മിഡ് റേഞ്ച് പെർഫോമൻസ് Poco X4 Pro 5Gയിലും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ഉള്ളിലുള്ള ചിപ്സെറ്റും ഈ ഫോണിൽ വരുന്ന MIUI ഉണ്ടല്ലോ, ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ഒരു ഓപ്റ്റിമൈസേഷൻ 100% ഓപ്റ്റിമൈസ്ഡ് അല്ല. ഓപ്റ്റിമൈസേഷൻ 100% ഓപ്റ്റിമൈസേഷൻ എനിവേ 100% ഓപ്റ്റിമൈസേഷൻ ആയിട്ടില്ല. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഡയലർ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, ആ ആനിമേഷനിൽ ചെറിയൊരു ജിറ്റർ വരുന്നുണ്ട്. നോർമലി പ്രോബ്ലം എല്ലാം ആനിമേഷൻസിലാണ് ചെറിയ ലാഗ് വരുന്നത്. മിനിമം ആണ്, പക്ഷേ എന്തായാലും ആ ഒരു ജിറ്റർ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഒന്നെങ്കിൽ ഷവോമി ഈ ആനിമേഷൻസിന്റെ കണക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്റ്റിമൈസ് ചെയ്യണം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുകയാണ്. മാർച്ച് 2022 ഒരു ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പോരായ്മ തന്നെയാണ്. ദാറ്റ്സ് എ ക്ലിയർ ഡ്രോബാക്ക്. Android OS അപ്ഡേറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും അങ്ങനെ ഒന്നും പ്രോമിസ് ചെയ്തിട്ടില്ല. 1 വർഷമാണോ 2 വർഷമാണോ അതൊന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സോ തീർച്ചയായിട്ടും സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഷവോമി ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പണ്ടത്തെ ഒരു MIUIൻ്റെ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്നാലും 100% ഓപ്റ്റിമൈസേഷൻ ഇതുവരെ ആയിട്ടില്ല. പക്ഷേ ബ്ലോട്ട്വെയർസിൻ്റെ കണക്കിൽ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കണക്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, എൻ്റെ അർത്ഥമാണ് കുറഞ്ഞിട്ടുണ്ട്. അതിലിപ്പം പണ്ടത്തെ പോലെ ഒന്നുമില്ല, വളരെ വളരെ കുറവാണ് കിട്ടുന്നത്. 3.4 lakhിൻ്റെ AnTuTu സ്കോർ ആണ് കിട്ടിയത്. നോർമലി 695 ചിപ്സിലുള്ള ഫോൺസിൽ ക്ലോസ് ടു 4 lakhിൻ്റെ AnTuTu സ്കോർ കിട്ടാറുണ്ട്. ഈയിടെ ഷവോമിയുടെ ഫോൺസിൽ ലേശം കുറവാണ് AnTuTu സ്കോർ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒക്കെ ക്ലിയർ റീസൺ. പക്ഷേ എന്തായാലും കുറവാണ് വരുന്നത്. പക്ഷേ ആ ഒരു നമ്പറിൻ്റെ കുറവ് ഗെയിമിംഗ് പെർഫോമൻസിനെ ബാധിക്കുന്നില്ല. നല്ലൊരു സ്റ്റേബിൾ മിഡ് റേഞ്ച് ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതായത് 40 FPSൻ്റെ ഒരു സ്റ്റേബിൾ ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് നേരം കളിക്കുമ്പോൾ ഹീറ്റിംഗ് വരാതിരിക്കാൻ വേണ്ടി ഇതിൽ ലിക്വിഡ് കൂളിങ്ങിൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷവോമി ഫോൺസിൽ വരുന്ന ആ ഒരു ഗെയിം ടർബോ ഫീച്ചർ ഇവിടെയും വരുന്നുണ്ട്. 5000 mAhൻ്റെ ബാറ്ററിയാണ് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നോർമൽ യൂസിന് എന്തായാലും 1.5 ഡേൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ വേണ്ടി, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ വേണ്ടി 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ബോക്സിൽ ചാർജറും കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ചാർജിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് നോ കംപ്ലയിൻസ്. നെക്സ്റ്റ് നമുക്ക് ക്യാമറ നോക്കാം അല്ലേ. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ സാംസങ്ങിൻ്റെ ISOCELL GW3 സെൻസർ ആണ് വരുന്നത്. ബാക്കി 2 ക്യാമറാസ് ആണ്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് പ്ലസ് 2 മെഗാപിക്സലിൻ്റെ മാക്രോ, 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സോ ഈ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ടിപ്പിക്കൽ ഷവോമി
പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അതായത് ആ ഒരു കോൺട്രാസ്റ്റ് ലുക്ക് ഉണ്ടല്ലോ, പണ്ടേ ഉള്ളതാണ് ഷവോമിക്ക് ആ ഒരു കോൺട്രാസ്റ്റ് ലുക്ക്. ഇപ്പോഴും എക്സാക്ട്ലി അതേ രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് അല്ലെങ്കിൽ വീഡിയോ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. കുറച്ച് വൈബ്രൻസ് ഒക്കെ ഉണ്ട്. നോർമൽ ഫോട്ടോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, അതായത് റോഡും സ്കൈയും ഈ മരങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വൈബ്രൻസ്, ഒരു ഐ പ്ലീസിങ് വൈബ്രൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ചിലപ്പോഴൊക്കെ ഷാഡോസും ഡീറ്റെയിൽസ് മിസ്സാവുന്നുണ്ട്. ഞാൻ ചില ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം. ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോസിൽ നല്ല സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം ക്ലാരിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. പണ്ടത്തെ ഷവോമിയുടെ ഒരു ഫേസ് ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഫേസ് ഒരു പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആണ്. ഇപ്പോൾ പോർട്രേറ്റ് ഫോട്ടോസിൽ കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ നല്ല നാച്ചുറൽ ആണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടുന്നുണ്ട്. ഈവൻ എച്ച് ഡിറ്റക്ഷനും നല്ലതാണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് വലിയ ഇഷ്യൂ ഒന്നുമില്ല. അൾട്രാ വൈഡ് പെർഫോമൻസ് ഇസ് ഓൾസോ ഗുഡ്. നമ്മൾ ആ ഒരു മെയിൻ ഫോട്ടോസിൽ കാണുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, കോൺട്രാസ്റ്റ് സംഭവം, അത് ഇവിടെയും വരുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ആ ഒരു കളേഴ്സും പിന്നെ ആ ഡൈനാമിക് റേഞ്ചൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മിഡ് റേഞ്ച് ഫോൺസിൽ കിട്ടുന്ന ആ ഒരു ആവറേജ് മാക്രോ പെർഫോമൻസ് ഉണ്ടല്ലോ, എക്സാക്ട്ലി അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. നൈറ്റ് ഫോട്ടോസ് നല്ലതാണ്. നല്ലൊരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷാർപ്നെസ്സും പിന്നെ ആ ഒരു ഡൈനാമിക് റേഞ്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോക്കോ X3 Proയിൽ 4K റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത്തവണ അത് വന്നിട്ടില്ല. ഇത്തവണ 1080p ആണ്. അതായത് ഈ ഒരു ചിപ്സെറ്റ് ഉള്ള എല്ലാ ഫോൺസിലും 1080p ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് തരുന്നുണ്ട്. സ്കിൻ ടോൺ ഒക്കെ ഓക്കെ ആണ്. ഫേസിലൊക്കെ നല്ല എക്സ്പോഷർ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഉണ്ടെങ്കിലും നല്ല ഹൈലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. 1080p 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. സെൽഫി വീഡിയോയിലുള്ള സ്റ്റെബിലൈസേഷൻ നോക്കുകയാണെങ്കിൽ ആവറേജ് ഡീസൻ്റ് ആണ്. നിങ്ങൾ നടക്കുമ്പോഴൊക്കെ അങ്ങനെ വലിയ ജിറ്റേഴ്സ് ഒന്നും ഇല്ല. പക്ഷേ ഓടാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ജിറ്റേഴ്സ് അറിയാൻ പറ്റും. ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചർ ആണെങ്കിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണെങ്കിലും രണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. അങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഷവോമി ഫോൺസിൽ വരുന്ന IR ബ്ലാസ്റ്റർ ഇവിടെയും വന്നിട്ടുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ കിട്ടാത്ത ഒരു നല്ലൊരു പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ 4G ഡ്യുവൽ 5G നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. 7 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ കാരിയർ എഗ്രിഗേഷൻ ആണെങ്കിലും വൈഫൈ കോളിംഗ്, FM റേഡിയോ, ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. നോർമലി വരുന്ന എല്ലാ സെൻസേഴ്സിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഫൈനലി SAR വാല്യൂ ഇസ് അണ്ടർ ലിമിറ്റ്. ഈ ഫോണിൻ്റെ ലോഞ്ചിന് മുന്നേ ആണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ എനിക്ക് എക്സാക്ട് പ്രൈസ് അറിയില്ല. പക്ഷേ പോക്കോ പറഞ്ഞതനുസരിച്ച് നല്ല അഗ്രസീവ് പ്രൈസിംഗ് ആയിരിക്കും. സോ ഇതിൻ്റെ പ്രൈസ് എന്തായാലും 20,000 താഴെ വരാനുള്ള നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ Redmi Note 11 Pro Plus 5Gൻ്റെ വീഡിയോയിൽ പറഞ്ഞ അതേ സംഭവം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ മറ്റൊരു ബ്രാൻഡും ഇതുപോലുള്ള ഫീച്ചേഴ്സ് തരുന്നില്ല. എസ്പെഷ്യലി 5G ഫോൺസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇതുപോലുള്ള ഒരു ഫീച്ചർ പാക്ഡ് ഫോൺ അവർ തരുന്നില്ല. പിന്നെ ഈ ഒരു ഫോൺ പോക്കോ X3 Proയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പെഷ്യലി പെർഫോമൻസിൻ്റെ പ്യുവർ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഇപ്പോഴും Qualcomm Snapdragon 860 അൺബീറ്റബിൾ ആണ്. വേറെ ഒരു ഫോണിനും അതിന് ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പോക്കോ X3 Pro വാങ്ങിച്ചോട്ടെ എന്ന് ഒരാൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഗെയിമറാണോ, നല്ലോണം ഗെയിമിംഗ് ചെയ്യാറുണ്ടോ, ഹെവി ഗെയിം കളിക്കാറുണ്ടോ, ആണെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ വിട്ടേക്ക്. പക്ഷേ ഈ ഫോണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ആളിന് എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് പോക്കോ X4 Pro. സോ ഒരു വെൽ ബാലൻസ്ഡ് ഫോണാണ്. നിങ്ങൾക്ക് MIUI ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോണാണ് പോക്കോ X4 Pro 5G. ഓക്കെ, ഇനി നിങ്ങൾക്ക് Redmi Note 11 Pro Plus 5G എന്ന ഫോണിൽ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ അൺബോക്സിംഗ് ഇവിടെയുണ്ട്. ക്ലിക്ക് ചെയ്യുക, കാണുക. ദിസ് ഈസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.